റഫീഖ്, ഇപ്പോൾ SDRFിൻ്റെ പേരിലുള്ള ഇപ്പോൾ കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാ മാധ്യമങ്ങളും നിങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുകയും വലിയ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ഇന്ന് കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ ചെയ്ത ഒരു പ്രവൃത്തി, ഈ വയനാട് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട്, പുനരധിവാസവുമായി ബന്ധപ്പെട്ട്, ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനത്തെ അത് ശരിവെച്ചുകൊണ്ട് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു. വലിയ ചർച്ചകൾ കാണുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അക്കാര്യത്തിലൊരു ആശ്വാസമുണ്ടോ? എനിക്ക് അവിടത്തുള്ള വോയിസ് ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ട്. താങ്കളുടെ ചോദ്യം ഉൾപ്പെടെ വ്യക്തമായില്ല, പക്ഷെ മനസ്സിലാക്കിയത് വെച്ച് പറയുകയാണ്. അതായത് ഇപ്പൊ ഏതായാലും ഇന്നിപ്പോ കോടതിയിൽ നിന്ന് വളരെ സ്വാഗതാർഹമായൊരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിന്നിരുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ നമ്മുടെ തോട്ടമുടമകൾ കോടതിയെ സമീപിച്ചതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. 2 സ്ഥലങ്ങൾ കണ്ടെത്തി പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മന്ത്രിസഭാ യോഗത്തിൽ അത് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ തന്നെ നിശ്ചയിക്കുന്ന ഉത്തരവിറക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എല്ലാ ഭാഗത്തുമുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തോട്ടമുടമകൾ സ്വീകരിച്ചതിന് ഒരു ചെറിയ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിച്ചിരുന്നു. എന്നാൽ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയും ഗവൺമെന്റ് എത്രമാത്രം പുനരധിവാസ പ്രവർത്തനത്തിന് താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു എന്നത് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു വിധിയാണ് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും സ്വാഗതാർഹമാണ്. അടിയന്തരമായി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ഗവൺമെന്റ് കടന്നിരിക്കുകയാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ എത്രയും വേഗത്തിലാക്കാനുള്ള ഗവൺമെന്റിന്റെ നീക്കത്തിന് ശക്തി പകരുന്ന ഒരു വിധി തന്നെയാണ്. ഇത് ഗവൺമെന്റിന്റെ ഒരു നിലപാടാണ് ഇങ്ങനെ ഒരു വിധി സമ്പാദിക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം നിയമ വ്യവഹാരങ്ങൾ ഒരുപാട് നീണ്ടുപോകുന്നതാണ്. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് വളരെ ഫലപ്രദമായി ഇടപെട്ടതുകൊണ്ട് ആ നിലയിൽ ഉണ്ടായിട്ടുള്ളത്. അത് നമുക്കറിയാം, ദുരന്തത്തിന്റെ ആദ്യഘട്ടം മുതൽ ഈ നിമിഷം വരെ മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരെ അവരുടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ തന്നെ മരിച്ചവർക്ക് ദുരന്തത്തിൽപ്പെട്ടവർക്ക് 10,000 രൂപ ആശ്വാസ എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ കൊടുത്തതായാലും, പിന്നീട് മരിച്ചവർക്ക് 6 ലക്ഷം രൂപ കൊടുത്തതായാലും, 300 രൂപ വെച്ച് പ്രതിദിനം ആദ്യഘട്ടത്തിൽ കൊടുത്തതായാലും, ചികിത്സയ്ക്ക് ആവശ്യമായ പണം ആളുകൾക്ക് കൊടുത്തതായാലും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിശദീകരിക്കുന്നില്ല. അത്തരം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ഫലപ്രദമായി ചെയ്തതാണ്. നമുക്കറിയാം, സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ്. ആ ഉരുൾപൊട്ടലിന് മുമ്പിൽ പകച്ചു നിൽക്കുകയല്ല കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തത്, പകരം വളരെ കൃത്യമായി ഇടപെട്ടു. അതുകൊണ്ടാണ് 28ാമത്തെ ദിവസമാകുമ്പോഴേക്ക് ഇത്രയേറെ ആളുകൾ ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ട് പോലും അവരെയെല്ലാം താൽക്കാലികമായി പുനരധിവാസം എന്ന നിലയിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും അതുപോലെ തന്നെ 6,000 രൂപ വെച്ച് വാടക കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. 658 പേർക്കാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റുകൾ 658 പേർക്കാണ് ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരുടെ സ്കൂളുകൾ മറ്റ് പല സ്കൂളുകളിലേക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവേശനോത്സവം പോലും വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് നല്ല പരിപാടിയായി നടത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളെ കടക്കുകയല്ല. ആ നിലയിൽ കേരളത്തിലെ ഗവൺമെന്റ് ഫലപ്രദമായി ഇടപെടുകയാണ്. പിന്നീട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് പുനരധിവാസമാണ്. പൂർണ്ണമായുള്ള പുനരധിവാസം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2 സ്ഥലങ്ങൾ, എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ സ്ഥലവും അതുപോലെ തന്നെ HML-ന്റെ നെടുമ്പാലയിലെ ഭൂമിയും എസ്റ്റേറ്റും, ഇത് രണ്ടും ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ചു പോയപ്പോഴാണ് ഈ പറഞ്ഞ കോടതിയിൽ ഉടമകൾ പോകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഗവൺമെന്റ് ജനങ്ങളോട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്, ഒരു ആശങ്കയും വേണ്ട, നിങ്ങൾ യാതൊരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല, കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങൾക്കൊപ്പമുണ്ട്, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിർബന്ധമായും പൂർത്തീകരിക്കും എന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞതാണ്. അതിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് വിധി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പൊ അടുത്ത ദിവസം വിവിധ ആളുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ട് ആളുകളുടെ യോഗം 1-ാം തീയതി വിളിക്കാൻ വേണ്ടി ഇപ്പൊ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പം വളരെ വേഗത്തിൽ ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ നാം ഇവിടെ കാണേണ്ട വിഷയം, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ എന്ത് നിലപാടാണ് ഈ കാര്യത്തോട് സ്വീകരിക്കുന്നത് എന്നതും വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. SDRF-ൽ ചില തുക തന്നു എന്നത് കാട്ടിക്കൊണ്ട് ഈ ദുരന്തത്തിന് പണം നൽകി എന്ന പ്രചരണം നടത്തുന്നതിനപ്പുറത്തേക്ക് എന്ത് പ്രവർത്തനമാണ് നൽകിയത്? SDRF നമുക്ക് എല്ലാവർക്കും അറിയാം,
SDRF എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ സാമ്പത്തിക വർഷത്തിലും കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്നതാണ്. അതിൽ തന്നെ വിവേചനമുണ്ട്. 291 കോടിയാണ് ഈ വർഷം കേരളത്തിന് വേണ്ടി അവർ പറഞ്ഞതെങ്കിൽ ആന്ധ്രാപ്രദേശിനും അല്ലെങ്കിൽ ഉത്തർപ്രദേശിനുമൊക്കെ 2000-ഉം 3000 കോടിയൊക്കെയാണ് SDRF പ്രകാരം കൊടുക്കുന്നത്. അതിൽ തന്നെ വിവേചനമുണ്ട്. എന്നാൽ SDRF എന്ന് പറയുന്നത് ഈ ദുരന്തത്തിന് വേണ്ടി മാത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന പണമല്ല. കൃത്യമായി മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡ പ്രകാരം വ്യത്യസ്ത ദുരന്തങ്ങൾക്ക് ഉപയോഗിക്കാൻ കേരളം ആകെ ഉപയോഗിക്കേണ്ട ഫണ്ടാണ്. നമ്മൾ ആവശ്യപ്പെട്ടത് അതല്ല, NDRFന്റെ ഭാഗമായുള്ള ഫണ്ട് നൽകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കൃത്യമായി ഈ ദുരന്തം രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം അനുവദിക്കണമെന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ കടന്നു വന്നു, വലിയ രൂപത്തിൽ ഫോട്ടോഷൂട്ട് നടത്തി, വലിയ രൂപത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ ഒരു നയാ പൈസ നൽകാൻ വേണ്ടി തയ്യാറായില്ല. നയാ പൈസ പോലും നൽകാൻ തയ്യാറായില്ല എന്നുള്ള വിഷയം വളരെ ഗൗരവമായി ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇതുപോലെയൊരു ദുരന്തമുഖത്ത് പോലും മനുഷ്യത്വമില്ലാത്ത നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ വിവേചനത്തോടു കൂടി ഒരു നാടിനെ കാണുന്നു എന്നത് കേന്ദ്രം ഭരിക്കുന്നവർക്ക് ചേർന്നതാണോ? ഒരിക്കലും ചേർന്നതല്ല. നമ്മൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പൗരന്മാരാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക്, ഈ വയനാട്ടിൽ ജീവിക്കുന്ന, ചൂരൽമലയിൽ ജീവിക്കുന്നവർക്ക് ഞങ്ങളും ഇന്ത്യക്കാരാണ് എന്ന് പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഈ രാജ്യം മാറിയിരിക്കുന്നു. ആ നിലയിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ നയാ പൈസ കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. പകരം വ്യോമസേന വന്നതിന്റെ പണവും മറ്റുമെല്ലാം തിരിച്ചങ്ങോട്ടേക്ക് ആവശ്യപ്പെടുന്ന രൂപത്തിലേക്ക് മാറുകയാണ്. ഈ രൂപത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ, ജനങ്ങളോടൊരു ബാധ്യതയുമില്ലാത്ത നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ശത്രുതാപരമായി ഒരു ഭാഗത്ത് പെരുമാറുമ്പോഴും അതിലൊന്നും തകർന്നു പോകാതെ കേരളത്തിലെ ജനങ്ങളെ, ഈ ചൂരൽമലയിലെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ്. റഫീഖ്, ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ്. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് റഫീഖിനോട് ഈ ഘട്ടത്തിൽ. അതായത് ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് മറ്റൊരു വിമർശനവും വാർത്തകളും ഒക്കെ വരുന്നത്. പുനരധിവാസം തന്നെ വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞതിൽ നിന്നും നിങ്ങളൊക്കെ ഇപ്പോൾ വിശദീകരിക്കുന്നതും ഒക്കെ ഇന്ന് മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് പുനരധിവാസം ഒട്ടും വൈകിട്ടില്ല. ക്ലിയർ ആവാത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ, വോയിസ് ഇങ്ങോട്ട് എനിക്ക് വ്യക്തമാവുന്നില്ല. അത് പരിശോധിക്കാം, അതൊന്നുകൂടി പരിശോധിക്കാം. എന്നാലും താങ്കൾക്ക് അത് ഒന്നുകൂടി കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പുനരധിവാസം വൈകിട്ടില്ല എന്ന് റഫീഖ് താങ്കൾ പറയുമോ, വിശദീകരിക്കുമോ വളരെ ചുരുക്കി? ഹലോ, എന്നോടല്ലേ? അതെ, ഞാൻ മനസ്സിലാക്കുന്ന താങ്കൾ പുനരധിവാസം വൈകിയിട്ടില്ല എന്ന് താങ്കൾ പറയുമോ എന്നാണോ? അതാണ് ചോദ്യം. അതെ അതെ അതെ. അല്ല, തീർച്ചയായിട്ടും ഇതിലുള്ളൊരു പ്രശ്നം പുനരധിവാസ പ്രവർത്തനങ്ങൾ മായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റമറ്റ രൂപത്തിൽ നടത്തിക്കൊണ്ടു പോകാനാണ് കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, നമുക്ക് മുമ്പിലുണ്ടായ ഒരു ചെറിയ കാലതാമസത്തിന്റെ പ്രശ്നം വന്നത് കോടതിയിലേക്ക് ഈ പറഞ്ഞ തോട്ടമുടമകൾ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതും ആ ഘട്ടത്തിലും ഒരു താമസവും വരുത്താതെ മറ്റ് നടപടിക്രമങ്ങളാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചത്. അതായത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. കോടതി വ്യവഹാരം നടക്കുന്നതിനിടയിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടാണ് സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലിയ ദുരന്തമാണ്. അതിലെ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ, ഇതിന്റെ ഭാഗമായുള്ള ആളുകളെ എല്ലാം കണ്ടെത്തി അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കണം. വെറുതെ ഒരു വീട് വെച്ചു കൊടുക്കുക എന്നതല്ല കേരളത്തിലെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പകരം കൃത്യമായി ആളുകൾക്ക് അവരുടെ ജീവിത വരുമാനം ഉൾപ്പെടെ കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക്, സാമൂഹികമായി ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ടൗൺഷിപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രിമാർ തന്നെ പങ്കെടുത്തുകൊണ്ടും ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ടും ഇവരുടെ യോഗം, ഈ ദുരന്തബാധിത യോഗം ചേർന്നപ്പോൾ അവർ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഉറ്റവരെ നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങളുടെ കൂടെ അവശേഷിക്കുന്ന, ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ചു പേരാണ്. ആ ഞങ്ങളെയും നിങ്ങൾ വേർതിരിച്ച് പല സ്ഥലത്തായി വിന്യസിക്കരുത്. പകരം ഞങ്ങൾക്ക് ഒന്നിച്ച്, അവശേഷിക്കുന്നവർക്കെങ്കിലും ഒന്നിച്ച് ജീവിക്കണമെന്നാണ്. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ ദുരിതബാധിതർ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ പറയുമ്പോൾ അതിന് മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ എല്ലാവർക്കും ഒരുമിച്ചുള്ള ടൗൺഷിപ്പ് പ്രഖ്യാപിക്കുന്നത്. അപ്പം ചൂരൽമല ദുരന്ത നിവാസികൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്
ഉന്നയിക്കുന്നത്. ആ നിലയിലേക്ക് അവരുടെ അഭിരുചി കൂടെ അവരുടെ താല്പര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് കുറ്റമറ്റ രൂപത്തിൽ നടത്തിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സമയമൊന്നും പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിധത്തിലും വൈകിയിട്ടില്ല. പ്രശ്നം തീർച്ചയായും വന്നത് നമുക്ക് ഈ സാങ്കേതികമായി ഉണ്ടായുള്ള കുറച്ച് ദിവസത്തെ ഈ കോടതി വ്യവഹാരമാണ്. എന്നാൽ അതും വളരെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം തോട്ടം ഭൂമിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എത്രമാത്രം കോടതി വ്യവഹാരങ്ങളിൽ പെട്ട് നീണ്ടു പോകുന്നതാണ്. പല യെസ് കേസുകളും നമുക്കറിയാലോ. പക്ഷേ തീർച്ചയായും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ഫലപ്രദമായി ഇനി പണം കൊടുത്താണെങ്കിൽ പണം കൊടുത്തു ഞങ്ങൾ തയ്യാറാണെന്ന് ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട്, കാരണം ദുരന്തബാധിതരുടെ പുനരധിവാസമാണ് ഏറ്റവും പ്രാധാന്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരി ഏത് കെ തരത്തിൽ റഫീഖ് മുന്നോട്ട് ഞാൻ പോകാൻ തിരിച്ചു തയ്യാറാണ് വരാം നിലപാട് ഞാൻ തിരിച്ചു വരാം